നമസ്തേ, ഞാൻ ശിവറാം ബാബുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സംസാരിക്കുന്നത് തുലാൻ രാശിയിൽ ജനിച്ചവരെ പറ്റിയാണ്. തുലാൻ രാശി ജനിച്ചവരുടെ ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെയുള്ള കാലഘട്ടത്തിലെ സംഭവങ്ങൾ നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. തുലാൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്രയുടെ അവസാനത്തെ അരഭാഗം വരും, ചോതി വരും, വിശാഖത്തിൻ്റെ ആദ്യത്തെ 3 ഭാഗം വരും. അവരുടെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം. 5-ാം ഭാവത്തിൽ ശനിയുണ്ട്, കുഴപ്പമില്ല എന്ന് പറയാം. 6 രാഹുവുണ്ട്, കൊള്ളാം. 8 ചൊവ്വയും വ്യാഴവും ഉണ്ട്, വളരെ മോശമാണ്. 9 ആരുമില്ല. 10 രവിയുണ്ട്, ശുക്രനുണ്ട്, ബുധനുണ്ട്. 10 രവി വന്നിരിക്കുന്നത് വളരെ അനുകൂലമായ ഒരു സമയമാണ്, കാലഘട്ടമാണ്. പിന്നെ 11 ബുധനും ശുക്രനും രണ്ടുപേരും ഉടനെ തന്നെ എത്തുന്നുണ്ട്. 12 കേതുണ്ട്. ആശ്വാസകരമായ പൊസിഷൻ. കഴിഞ്ഞ 2 മാസം രവി എതിരായിരുന്നു. രവിയുടെ മൂവ്മെൻറ്റ്, സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ മാസഫലങ്ങൾ പറയുന്നത്. അപ്പോൾ രവി വളരെ അനുകൂലമായ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. എന്തെല്ലാം ഗുണങ്ങളാണ് അതുകൊണ്ട് വരുന്നത്? ഫൈനാൻഷ്യലി അവരുടെ കുറേ ബ്ലോക്കായ സംഗതികളെല്ലാം ശരിയായി കിട്ടും. കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. പ്രൊഫഷണലി അത് ബ്ലോക്കായ ഫൈനാൻസുപരമായിട്ട് കുറച്ച് നമ്മൾ ബ്ലോക്കായിരുന്ന 2 മാസമായിട്ട് ബ്ലോക്കായിരുന്ന കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്ത് കാര്യം കുറേ ശ്രമിച്ചാൽ മതി. പിന്നെയുള്ള പ്രൊഫഷൻ, അത് ട്രാൻസ്ഫർ തുടങ്ങി വെച്ചതോ അല്ലെങ്കിൽ സെയിൽസ് ഓഫീസേഴ്സിന്, സെയിൽസ് മാർക്കറ്റിങ്ങുള്ള ആൾക്കാർക്ക് ഓർഡർ തരാമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതോ, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ ഓർഡർ ത്രൂ ആവും. ബിസിനസ്സുകാർക്കും അനുകൂലമായ സമയമാണ് വരുന്നത് ഈ ഒരു മാസം. പ്രൊഫഷൻ സംബന്ധമായിട്ട് പ്രമോഷനോ ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ സാലറി കയറ്റമോ അല്ലെങ്കിൽ അവരുടെ അപ്രിസിയേഷനും, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. ഇതെല്ലാം നടക്കാവുന്ന ഒരു സമയമാണ് ഈ വരുന്ന ഒരു മാസം. പ്രൊഫഷൻ സംബന്ധിച്ച് അത്രയധികം ഗുണങ്ങൾ ഉണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള പ്രൊഫഷൻ ആൾക്കാർക്കും ഇതൊരു അനുകൂലമായ തുടക്കമാണ്. 2 മാസത്തോളം നിലനിൽക്കുന്ന ഒരു തുടക്കമാണിത്. ശരിക്കും നമ്മൾ മുതലെടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ 6 രാഹുവൊക്കെ കുറച്ചൊന്ന് ഒരു ആവേശം കാണിക്കാനൊക്കെ തോന്നും, എടുത്തിയാട്ടം തോന്നും. ചെറുതായിട്ടൊക്കെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ചെറിയ റിസ്കെല്ലാം എടുക്കാം. അഷ്ടമത്തി ചൊവ്വയൊക്കെ നിൽക്കുന്നതുകൊണ്ട് സ്വല്പം സൂക്ഷിക്കണം എന്നുള്ള കാര്യം ഫാക്റ്റാണ്. ഇതാണ് അതിൻ്റെ ജനറലായിട്ട് പറയാവുന്ന കാര്യം. സ്ത്രീകൾ, ദമ്പതിമാർക്കൊന്നും അത്ര ഒരു അനുകൂലമായ സമയമില്ല. ഇതൊക്കെ നമ്മൾ പ്രൊഫഷണലായിട്ടും ഫൈനാൻഷ്യലായിട്ടും കൊള്ളാം. ഫാമിലി പരമായിട്ട് ഒരു അനുകൂലമായ സമയമല്ല. ആരും 8 ചൊവ്വയും ഒന്നും ഒരു അനുകൂല സ്ഥിതി കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളിപ്പോൾ തുലാൻ രാശി ജനിച്ചവരെ പറ്റി എങ്ങനെ പെരുമാറണം, നയപരമായിട്ട് പെരുമാറണമെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. കാര്യം നിങ്ങൾ വളരെ ഡിപ്ലോമാറ്റിക്കാണ് നിങ്ങളെല്ലാവരും. നിങ്ങൾ ഡിപ്ലോമാറ്റിക്കായിട്ട് പെരുമാറാൻ അറിയാം. ആ ഫാമിലി മാറ്റേഴ്സ് ആയാലും ലവേഴ്സിൻ്റെ കാര്യമായാലും എല്ലാ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കണം. ക്ഷമയോട് കൂടി അത് നമ്മൾ നയപരമായിട്ട് പെരുമാറിയാൽ നമുക്ക് ഈ മാസം എൻജോയ് ചെയ്യാവുന്നതാണ്. സ്ത്രീകൾ, ദമ്പതിമാർ ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വഴക്കുകളൊക്കെ ഉണ്ടാവും. എന്തിനാ വഴക്കമുണ്ടായാലും നമ്മൾ ബെഡ്റൂം വിട്ടുള്ള കളി വേണ്ട. അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഉണ്ടായാലും അത് 24 hours അത് ക്ലിയർ ചെയ്തോണം, തിരിച്ച് റിവേഴ്സ് ആയിക്കോണം. ഇല്ലെങ്കിൽ പ്രയാസപ്പെടും. ഞാനാണ് വലുത് എന്നുള്ള കാര്യങ്ങളോ ഒന്നും വേണ്ടായിരിക്കുന്നതാണ് നല്ലത്. ഇതിനകത്ത് വരാം. പിന്നെ കുട്ടികളെ കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടാവും, പറയാൻ അനുസരിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ളത്. അത് നിങ്ങൾക്കറിയാം, നിങ്ങളത് കണക്കാക്കി റെഡിയാക്കി എടുത്തോണം. ഇതൊക്കെയാണ് പൊതുവായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഹെൽത്ത് പരമായും വലിയ മുതിർന്നവർക്കെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ടത് തന്നെ. ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 5 ശനിയൊക്കെ നിൽക്കുമ്പോൾ, 8 ചൊവ്വയൊക്കെ നിൽക്കുമ്പോൾ ഈ പല്ലുവേദന, മുഖത്തുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, മുഖത്ത് പല്ലുവേദന വരാം, ചെവിവേദന വരാം, അല്ലെങ്കിൽ കഫത്തിൻ്റെ, ഇങ്ങനെ പല നോസിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. വേറെ ഉള്ളതായിട്ടൊന്നും പറയാനില്ല. പിന്നെ ഈ കാലയളവിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം എന്ന് പറയുന്നത് കറുത്ത വാവാണ്. അടുത്ത മാസം 3-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം തുടങ്ങി 4-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം വരെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അടുത്ത മാസത്തെ ഈ കർക്കിടക വാവാണ്. കർക്കിടകത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കർക്കിടകത്തിലെ വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു വാവാണ്, പിതൃക്കളുടെ ദിനമാണെന്ന്. അത് നമ്മൾ കഴിയുന്ന എല്ലാവരും ആഘോഷിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമുക്കറിയാം, ബന്ധങ്ങൾ, കുടുംബം, മാതാവ്, മനസ്സ് തുടങ്ങിയവയുടെ കാരകസ്ഥാനമാണ് കർക്കിടകം. ആ കർക്കിടകത്തിലെ സൂര്യനും ചന്ദ്രനും ഒരേ ദിശയിൽ ഒരേ ഡിഗ്രിയിൽ വരുന്ന
ആ ഒരു ദിവസം ആണ് അമാവാസി എന്ന് പറയുന്നത്. അമാവാസി നമ്മൾ ആചാര്യന്മാർ കൽപ്പിച്ച് കൊടുത്തിട്ടുള്ള പിതൃക്കൾക്ക് വേണ്ടിയാണ്. എന്താണ് പിതൃക്കളുടെ മഹാത്മ്യം? ബലിയിടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബലിയിടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ടത് എന്താ? പിതൃക്കളെ, ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ബലിയിടുക. ബലിയിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവരോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ബലിയെല്ലാം ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ഈ വരുന്ന ഒരു വർഷം എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണം എന്ന് പറയണം. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബാറ്ററി ചാർജ് പോലത്തെ ഒരു എഫക്റ്റ് ഉണ്ടാകും. ഏറ്റവും വലിയ അനുഗ്രഹം പിതൃക്കളുടെ അനുഗ്രഹമാണ്. നിങ്ങൾക്ക് ആ ഒരു വർഷം വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കൊണ്ടുപോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു നല്ല കർക്കിടകം ആശംസിച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.